നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് UAE-യുടെ ഈ പ്രഖ്യാപനം. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ സ്ഥാപിക്കാനൊരുങ്ങുകയാണ് UAE. മുഹമ്മദ് ബിൻ സായിദ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് പുതിയ സർവകലാശാല ആരംഭിക്കാനൊരുങ്ങുന്നത്. മസ്ദർ സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ലോകത്തെ ആദ്യ നിർമ്മിത ബുദ്ധി സർവകലാശാല അബുദാബി പ്രഖ്യാപിച്ചത് തന്നെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നീ മേഖലകളിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും PhD-യും സർവകലാശാല നൽകും. അബുദാബി കിരീടാവകാശിയും UAE സായുധസേന സർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പേരിലാണ് സർവകലാശാല ആരംഭിക്കാനൊരുങ്ങുന്നത്. എന്നാൽ ഇത് ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളിയെന്ന് ലക്നോ സ്വദേശിയും US-ലെ മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ അനിൽ K. ജെയിൻ പറയുകയുണ്ടായി. ലോകത്തെ ആദ്യ AI യൂണിവേഴ്സിറ്റിയുടെ പ്രഖ്യാപനത്തിന് അബുദാബിയിലെത്തിയ ശേഷമാണ് ഇത് വ്യക്തമാക്കിയത് തന്നെ. നിലവാരമുള്ള അധ്യാപകരുടെയും സൗകര്യങ്ങളുടെയും അഭാവത്തിൽ ഗുണനിലവാരമുള്ള AI തലമുറ വാർത്തെടുക്കാനാവില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് വിദഗ്ധരായ ലോകോത്തര പ്രൊഫസർമാരെ നിയമിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ അപൂർവ ചില യൂണിവേഴ്സിറ്റികളിൽ AI വിദഗ്ധരുണ്ട്. ശേഷിച്ച യൂണിവേഴ്സിറ്റികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകൾ ആരംഭിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും പരിശീലിപ്പിക്കാൻ യോഗ്യരായ അധ്യാപകരെ കിട്ടാത്തതും മതിയായ സൗകര്യങ്ങളും ഡാറ്റകളും ഇല്ലാത്തതുമാണ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഡാറ്റ ഇല്ലാതെ AI-യുമായി മുന്നോട്ട് പോകാനാകില്ല എന്നതാണ് അതിൻ്റെ മറ്റൊരു ഘടകമെന്നത്. സർക്കാരിന്റെ സഹകരണമുണ്ടെങ്കിൽ ഡാറ്റ പ്രശ്നവും മറ്റും പരിഹരിക്കാവുന്നതേയുള്ളൂവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സോഫ്റ്റ്വെയറിലും മറ്റും വിദഗ്ധരായ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയുമായി ഏറെ അടുത്തു കിടക്കുന്ന അബുദാബിയിലെ AI യൂണിവേഴ്സിറ്റിയിൽ അവസരം പ്രയോജനപ്പെടുത്തി ഈ രംഗത്തും വിദഗ്ധരാകാമെന്നതാണ് ഇതിലൂടെ നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ച നേട്ടം. ഇങ്ങനെ ചെയ്താൽ ലോകത്തെ മികച്ച ശമ്പളത്തിന് ജോലി ലഭിക്കാൻ സാധ്യത ഏറെയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 100% സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതിനാൽ ട്യൂഷൻ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ബയോമെട്രിക് സംവിധാനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ID പദ്ധതിയായ ആധാർ 130 കോടിയിലേറെ ജനങ്ങൾക്ക് നൽകിയ ഇന്ത്യക്ക് ഈ രംഗത്ത് മികച്ച വാഗ്ദാനമാകാൻ സാധിക്കുമെന്നും പറയുകയുണ്ടായി. ആധാർ യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യയെ ലോകം ഉറ്റുനോക്കിയിരുന്നതായി പദ്ധതിയുടെ ഉപദേശകനും US ഡിഫൻസ് സയൻസ് ബോർഡ് അംഗവുമായ അനിൽ K. ജെയിൻ പറയുകയുണ്ടായി. ഈ അവസരം മുതലെടുക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രവാസ ലോകത്തെ വിദ്യാർത്ഥികളേവരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.